ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേ സ്പെഷ്യൽ ടെക്നിക്സ് ആണ്. നമ്മളൊരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെയായാലും കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് മറ്റു പല കോംപ്ലിക്കേറ്റഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ഈ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ഫോമാറ്റ്സ് മാത്രം വേണ്ടി വരും അല്ലേ? അതായത് ഒരു വർക്ക് ഷീറ്റിന് ഫോമാറ്റ്സ് മാത്രം വേണ്ടി വരും. അതല്ല എങ്കിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്ത ഫോമുല മറ്റൊരാളെ കാണിക്കരുത്, ജസ്റ്റ് വാല്യൂസ് മാത്രം കാണിച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഈ പേ സ്പെഷ്യൽ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? എൻഡ് വരെ കാണാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഈ ഒരു വർക്ക് ഷീറ്റ് ആണുള്ളത്. പ്രോഡക്റ്റ് കാറ്റഗറി, എമൗണ്ട്, ഡേറ്റ്, കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വർക്ക് ഷീറ്റിൽ ഒരു പർട്ടിക്കുലർ ഫോമാറ്റിംഗ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് ബോർഡേഴ്സ് ഉണ്ട്, കോളം ഹെഡേഴ്സിന് നമ്മൾ ഫിൽ കളർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അണ്ടർലൈൻഡ് ആണ്. അതേപോലെ തന്നെ എമൗണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഡോളർ സൈൻ ഉണ്ട്. ഡേറ്റിൻ്റെ ഫോമാറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേസമയം നെക്സ്റ്റ് ഷീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻട്രീസ് ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്, പക്ഷേ നമ്മുടെ സംഭവം സെയിം ആണ് അല്ലേ? പ്രോഡക്റ്റ് കാറ്റഗറി, എമൗണ്ട്, ഡേറ്റ്, കൺട്രി ഇതൊക്കെ ഉണ്ട്, പക്ഷേ എന്തില്ല, ഫോമാറ്റിംഗ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡോളർ സൈൻ ഇല്ല. അതേപോലെ തന്നെ ഡേറ്റ് ആണെങ്കിൽ തന്നെയും നമ്പേഴ്സ് മാത്രമാണുള്ളത് അല്ലേ? അപ്പോൾ എനിക്ക് ഈ ഷീറ്റ് 1-ലത്തെ അതേ ഫോമാറ്റിംഗ് ഷീറ്റ് 2-ലും കിട്ടണമെന്നിരിക്കട്ടെ. എങ്ങനെയാണ് ഈ പേ സ്പെഷ്യൽ യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+C പ്രസ് ചെയ്യുക. ദെൻ നമ്മൾക്ക് ഏത് ഷീറ്റിലാണോ ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഷീറ്റിലേക്ക് വരിക. ദെൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച ശേഷം പേസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിലേക്ക് പോവുക. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം കീപ് സോഴ്സ് ഫോമാറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ട, ഈ ഷീറ്റിലുള്ള അതേ ഫോമാറ്റിംഗ് ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോമാറ്റിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് സോഴ്സ് ഫോമാറ്റിംഗ് ആണ് അല്ലേ? അതായത് നമ്മുടെ സോഴ്സ് ഡാറ്റയിൽ നിന്നും എല്ലാ ഫോമാറ്റിങ്ങും നമ്മളൊരു സിമിലർ ഡാറ്റയിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, അതായത് ഫോമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഷീറ്റ് 3-ൽ വരികയാണ്. ഷീറ്റ് 3-ൽ നമുക്ക് സെയിൽസ് ഡാറ്റയാണിത്. ഇതിന് പക്ഷേ നമ്പേഴ്സിനൊന്നും തന്നെ നമ്മൾ ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ? അതായത് എനിക്കിവിടെ ഡോളർ സൈൻ വേണം, പക്ഷേ അത് അപ്ലൈ ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് സോഴ്സ് ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ ഈ ഡാറ്റ അതിനോട് സിമിലർ അല്ല അല്ലേ? സോ നമുക്ക് സോഴ്സ് ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷീറ്റ് 1-ൽ നിന്ന് എങ്ങനെ ഡോളർ സൈൻ മാത്രം മറ്റേതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഡോളർ സൈൻ ഉള്ള കുറച്ച് സെൽസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ദെൻ Ctrl+C പ്രസ് ചെയ്യുന്നു. ദെൻ ഷീറ്റ് 3-ൽ വരുന്നു. എവിടെയൊക്കെയാണോ ഡോളർ സൈൻ വേണ്ടത് ആ സെൽസൊക്കെ സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ പേസ്റ്റിലേക്ക് വരിക. ഇവിടെ ലാസ്റ്റിൽ അതർ പേസ്റ്റ് ഓപ്ഷൻസ് എന്നുള്ളതിൽ നിന്ന് ഇവിടെ കണ്ടോ ഫോമാറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, എല്ലാ നമ്പേഴ്സിനും ഡോളർ സൈൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ട ഫോമാറ്റ്സ് മാത്രം നമ്മൾ മറ്റൊരു ഡാറ്റയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സോഴ്സ് ഫോമാറ്റിങ്ങും അതേപോലെ തന്നെ ഫോമാറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് എന്താണെന്ന് നോക്കാം. ഈ ഒരു വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് ഓവർ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഷീറ്റ് ആണ്. ഇതിൽ വർക്കിംഗ് അവേഴ്സ് ഉണ്ട്, ഓവർ ടൈം ഉണ്ട്. പക്ഷേ ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫോമുലാസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഫോമുല ഇല്ലാതെ എനിക്കിതൊരാൾക്ക് അയക്കണം. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ വാല്യൂസ് മാത്രമായിട്ട് നമ്മളൊരു വർക്ക് ഷീറ്റിലേക്ക് വെക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഡാറ്റയും കോപ്പി ചെയ്യുകയാണ്. ആദ്യം സെലക്ട് ചെയ്യുക, ദെൻ Ctrl+C പ്രസ് ചെയ്യുന്നു. ദെൻ ഞാൻ ഇവിടെയാണ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വർക്ക് ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ പേസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിലേക്ക് പോവുക. ദെൻ ഇവിടെ മിഡിലായിട്ട് നിങ്ങൾക്ക് പേസ്റ്റ് വാല്യൂസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ കേഴ്സർ വെച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് പക്ഷേ വാല്യൂസ് കാണാം അല്ലേ? അപ്പോൾ ഇന്നും ഔട്ടും ഒക്കെ എന്താണ്, ഡെസിമൽസിലാണുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ വാല്യൂസ് മാത്രം വെച്ചാൽ ശരിയാവില്ല. വാല്യൂസ് മാത്രം വേണ്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വാല്യൂസ് ആൻഡ് നമ്പർ ഫോമാറ്റിംഗ് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വാല്യൂസ് മാത്രമേ വരുള്ളൂ, ഫോമുലാസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ആ നമ്പർ ഫോമാറ്റിംഗ് എങ്ങനെയാണോ ഉള്ളത് അത് കംപ്ലീറ്റും ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇനി തേർഡ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ വാല്യൂസ് ആൻഡ് സോഴ്സ് ഫോമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അതായത് നമുക്ക് ഇവിടെയുള്ള ആ കംപ്ലീറ്റ് ഫോമാറ്റിങ്ങും ഇങ്ങോട്ടേക്ക് കിട്ടുകയും ചെയ്യും, അതേസമയം നമുക്ക് എന്താണ്, വാല്യൂസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ തേർഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് വാല്യൂസും വേണം, അതേസമയം ആ ഫോമാറ്റിങ്ങും അതേപോലെ തന്നെ വേണം. സോ ഞാൻ തേർഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, കംപ്ലീറ്റ് വാല്യൂസും അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു കോപ്പി ചെയ്ത ഡാറ്റയിൽ ഫോമുല ഉണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഫോമുല ഒന്നും കാണാനില്ല. ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇല്ല. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോമുല ഇല്ലാതെ ഡാറ്റ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഫോമുലാസ് ഒന്നും മറ്റൊരാൾ അറിയാണ്ടിരിക്കുകയും വേണം, അതേസമയം അയാൾക്ക് ഈ ഡാറ്റ സെൻഡ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചെയ്ത് നോക്കുക. നമ്മൾ വാല്യൂസ് മാത്രമായിട്ട് എങ്ങനെ കോപ്പി ചെയ്യാം എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചില ഷീറ്റിൽ നമ്മൾ ഈ ഒരു ഷീറ്റിൽ യൂസ് ചെയ്ത ഫോമുല അപ്ലൈ ചെയ്യണം എന്നിരിക്കട്ടെ. അത് നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്. നോക്കാം അല്ലേ?
അപ്പോൾ ഓവർ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഷീറ്റ് 6ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേയ്സ് ഇൻ ഔട്ട് എന്ന് പറഞ്ഞിട്ട് സിമിലർ ഡാറ്റയാണുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ വേറെ ഒന്നും തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അല്ല, അതായത് വർക്കിംഗ് അവേഴ്സും ഓവർ ടൈമും ഒന്നും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഓവർ ടൈം കാൽക്കുലേഷനിൽ ഒരു കുറച്ച് വലിയ ഫോർമുലയാണ്. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് ഇവിടെ ആക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഷീറ്റ് 4ലേക്ക് വന്നു. ദെൻ നമ്മൾ ഇവിടുന്ന് ഇതൊന്ന് കോപ്പി ചെയ്തു. ഓക്കെ, ഈ ഫോർമുല കണ്ടെയ്ൻ ചെയ്യുന്ന ഈ സെൽസ് ഒന്ന് കോപ്പി ചെയ്തു. ദെൻ നമ്മുടെ ഷീറ്റിലേക്ക് എവിടെയാണോ നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ആ ഷീറ്റിലേക്ക് വരുന്നു. പേജിൽ നിങ്ങൾക്ക് കാണാം ഫോർമുലാസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലിങ്ങനെ ഡെസിമൽസ് മാത്രമേ വരുള്ളൂ. ഇനി ഫോർമുലാസ് ആൻഡ് നമ്പർ ഫോർമാറ്റിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്കുള്ള വർക്കിംഗ് അവേഴ്സും അതേപോലെ തന്നെ ഓവർ ടൈമും വന്നിട്ടുണ്ട് അല്ലേ. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കാണിച്ചത് നമ്മുടെ ഫോർമുല വരെ വന്നിട്ടുണ്ട്. വലിയൊരു ഫോർമുലയാണുള്ളത്. പക്ഷേ അത് തന്നെ നമുക്ക് വേറൊരു ഷീറ്റിലും അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, ഈ ഒരു ഡോട്ടഡ് ലൈൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്കേപ്പോ അല്ലെങ്കിൽ കൺട്രോൾ ഡിയോ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതും കൂടി എനിക്ക് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കും. വർക്കിംഗ് അവേഴ്സും ഓവർ ടൈമും അതേപോലെ തന്നെ ഈ ബോർഡേഴ്സും എല്ലാം അവിടെ അപ്ലൈ ചെയ്യണം എന്നാണെങ്കിൽ കൺട്രോൾ സി പ്രസ് ചെയ്യുക. ദെൻ ഷീറ്റ് 6ലേക്ക് പോവുക. ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പേജിലേക്ക് പോവുക. കീപ് സോഴ്സ് ഫോർമാറ്റിംഗ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടല്ല, കംപ്ലീറ്റ് ഫോർമാറ്റിംഗും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വിട്ട് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേജ് സ്പെഷ്യൽ ടെക്നിക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് ഒരു കിടിലൻ ട്രിക്കാണ്. അതായത് നമ്മുടെ മന്ത്ലി സെയിൽസിന്റെ വർക്ക് ഷീറ്റ് ആണല്ലേ ഇത്. ഇതിലാണ് കംപ്ലീറ്റ് സെയിൽസ് ഡീറ്റെയിൽസും ഉള്ളത്. അതായത് ഓരോ മന്തിലത്തെയും എമൗണ്ടും എല്ലാം ഇതിലാണുള്ളത്. ടോട്ടലും കൂടി ഉണ്ട്. എന്നാൽ നമുക്ക് അടുത്തൊരു ഷീറ്റ് എടുത്ത് നോക്കാം. ഈ ഷീറ്റിൽ നിങ്ങൾക്ക് കാണാം ഫ്രൂട്ട്സും ടോട്ടലും മാത്രമാണുള്ളത്. അതായത് ഈ ഒരു ഷീറ്റിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. അതേസമയം ടോട്ടലിന്റെ കോളവും മാത്രമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ജനുവരിയിലത്തെ സെയിൽ എമൗണ്ട് മാറ്റിയിട്ട് ഒരു 700 കൊടുക്കുകയാണ്. ഓക്കെ, 700 കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ടോട്ടലിൽ എന്ത് ചേഞ്ച് വരും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് 6210 ആണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഉള്ളത്. അത് 6322 ആയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതേ ചേഞ്ച് നമുക്ക് ഷീറ്റ് 5ൽ വന്നിട്ടുണ്ടാവുമോ എന്നുള്ളത് നോക്കാം. കണ്ടോ, 6322. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അതെല്ലാം നമുക്ക് ഇവിടെയുള്ള ആ ഷീറ്റിൽ ടോട്ടൽ എമൗണ്ടിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ആവശ്യം വരും അല്ലേ. അതായത് നമുക്ക് കംപ്ലീറ്റ് ഡാറ്റയൊന്നും ഡിസ്പ്ലേ ചെയ്യേണ്ട, അതേസമയം നമുക്ക് ഇതിൽ എന്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത ഷീറ്റിലും കൂടി അപ്ഡേഷൻ നടക്കണം എന്നുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ട്രിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഷീറ്റിൽ വന്നിട്ട് ഈ ടോട്ടൽ എന്നുള്ള ഈ കോളം ഒന്ന് കോപ്പി ചെയ്യുക. കൺട്രോൾ സി. ദെൻ നമ്മൾ അടുത്ത ഷീറ്റിൽ വന്നിട്ട് നമുക്ക് ഏത് സെല്ലാണോ വാല്യൂ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കിവിടെ ലാസ്റ്റായിട്ട് കാണാം പേസ്റ്റ് ലിങ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ അല്ലേ. അപ്പോൾ ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ലിങ്ക് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ വാല്യൂസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഏത് ഷീറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു ഷീറ്റിലെ ഈ സെൽസുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ എന്ത് ചേഞ്ചസ്, ഇപ്പോൾ ഞാനിവിടെ സ്ട്രോബെറിൻ്റെ എമൗണ്ട് മാറ്റിയിട്ട് ഒരു 504 വെക്കുകയെന്നുണ്ടെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5103 ആയി. അതുവരെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് പേസ്റ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ. ഇനി അടുത്ത കോപ്പി പേസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ട്രാൻസ്പോസ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. അതായത് എനിക്കിപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് മന്ത്സ് ഇങ്ങനെയാണുള്ളത് അല്ലേ, കോളം ഹെഡേഴ്സ് ആയിട്ടാണുള്ളത്. അത് നേരെ തിരിച്ച് ഇങ്ങനെ റോയിലേക്ക് വരണം. അതേപോലെ തന്നെ ആപ്പിൾ, ബനാന, സ്ട്രോബെറി എന്നുള്ളത് കോളം ഹെഡർ ആയിട്ടും വരണം. അതായത് ഈ ഡാറ്റയെ കംപ്ലീറ്റ് ആയിട്ടും തിരിച്ചിടുകയാണ്. അപ്പോൾ അതിനെന്താ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സി കോപ്പി ചെയ്യുന്നു. ദെൻ ഞാൻ ഈ ഒരു സെല്ലിലാണ് ഇപ്പോൾ ട്രാൻസ്പോസ് ചെയ്തിടാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പേജ് സ്പെഷ്യൽ എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുകയാണ്. ഇതിൽ ട്രാൻസ്പോസ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും തിരിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ. ജനുവരി, ഫെബ്രുവരി ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക എവിടെയാണ്? നമുക്ക് റോയിൽ ഹെഡേഴ്സ് ആയിട്ടും അതേസമയം ആപ്പിൾ, ബനാന, സ്ട്രോബെറി ഒക്കെ തന്നെയും കോളത്തിൽ ഹെഡേഴ്സ് ആയിട്ടും മാറിക്കഴിഞ്ഞു. റോ കോളമായിട്ടും കോളം റോ ആയിട്ടും ഇടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പേജ് സ്പെഷ്യൽ ട്രിക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും ഒരു അടിപൊളി ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.